പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ക്ലാസ്സിലേക്ക് സ്വാഗതം. നാം ഇന്ന് ചർച്ച ചെയ്യുന്നത് ബേസിക് സ്ട്രക്ചർ ഓഫ് അറബിക്കിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ഒന്നാം അജിബ് അൻ അഷറത്തിൻ അനിൽ അസ്ഇലത്തിൽ ആതിയത്തി ഫി കലിമത്തിൻ ഔ കലിമത്തൈനി യഹ്മിലു കുല്ല വാഹിദ് മിൻഹ അലാമത്തുൻ വാഹിദ. ശേഷം പറയുന്ന ചോദ്യങ്ങളിൽ 10 എണ്ണത്തിന് ഉത്തരം നൽകുക. ഒറ്റ വാക്കിൽ അല്ലെങ്കിൽ 2 വാക്കിൽ, എല്ലാത്തിനും 1 മാർക്ക്. ഒന്നാമത്തെ ചോദ്യം, ഡാഷ് ഇസ്മുൻ മൻസൂബൻ യുദ്കറു ബഅദ വാവിൻ ബിമഅന മഅ. മഅ എന്ന അർത്ഥമുള്ള വാവിന് ശേഷം പറയപ്പെടുന്ന നസ്ബ് ചെയ്യപ്പെടുന്ന നാമം ഏതാണ്? മഫ്ഊലു മഅഹു. ആൻസർ. രണ്ടാമത്തെ, റഅയ്തു ഖാലിദൻ യബ്കി. ഖാലിദിനെ കരയുന്നവനായി ഞാൻ കണ്ടു. ഇക്തശഫൽ ഹാല മിനൽ ജുംല. ജുംലയിൽ നിന്ന് ഹാലിനെ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഇവിടെ യബ്കി എന്നുള്ളതാണ് ഹാല്. മൂന്നാമത്തെ ചോദ്യം, ഡാഷ് ഇസ്മുൽ ലിമാ വദഅ ലി മുഅയ്യിനിൻ ലിൽ ഇശാറത്തി ഇലൈഹി. ഡാഷ് എന്നുള്ളത് അതൊരു നാമമാണ്. അത് ഒരു മുഅയ്യിനായ സൂചനയ്ക്ക് വേണ്ടി, നിജമായ ഒരു സൂചനയ്ക്ക് വേണ്ടി വെക്കപ്പെട്ട നാമമാണ്. അതിപ്പോൾ ആൻസർ ഇസ്മുൽ ഇഷാറ, സൂചനാ നാമം എന്നാണ് അതിൻ്റെ ആൻസർ. നാലാമത്തെ ചോദ്യം, മാ ഇഅ്റാബുൽ മഫ്ഊൽ മുത്ലഖ്. മഫ്ഊൽ മുത്ലഖിൻ്റെ ഇഅ്റാബ് എന്താണ്? മഫ്ഊൽ മുത്ലഖിൻ്റെ ഇഅ്റാബ് മൻസൂബാണ്, നസ്ബ് ചെയ്യപ്പെട്ടതാണ്. അഞ്ചാമത്തെ ചോദ്യം, സമഅത്തുൽ ഖതീബ കലാമഹു. ഖതീബിനെ ഞാൻ കേട്ടു, അതായത് കലാമഹു, അവൻ്റെ കലാമിനെ ഞാൻ കേട്ടു, അവൻ്റെ സംസാരത്തിനെ ഞാൻ കേട്ടു. വദ്ദഹ് നൗഅൽ ബദലി ഫിൽ ജുംലത്തി. ജുംലയിൽ ബദലിൻ്റെ ഇനം വ്യക്തമാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് ബദൽ ഇസ്തിമാലാണ്, ഇസ്തിമാൽ ബദലാണ്. ഇനി ആറാമത്തെ ചോദ്യം, മാഹു ഇസ്മു സമാനിൽ ഫിഅലി വഅദ. വഅദ എന്ന ഫിഅലിൻ്റെ വെർബിൻ്റെ ഇസ്മു സമാൻ, കാലത്തിൻ്റെ നാമം ഏതാണ്? അപ്പം മൗഇദ് എന്നുള്ളതാണ്. വഅദ എന്ന ഫിഅലിൻ്റെ ഇസ്മു സമാൻ മൗഇദ്. ഇനി ഏഴാമത്തെ ചോദ്യം, നളർതു ഇല ഡാഷ് അസാഫീറ അസാഫീരി അസാഫിറു. അപ്പോൾ അസാഫീറ എന്നുള്ളതാണ്. കുരുവികളിലേക്ക് ഞാൻ നോക്കി. കാരണം അസാഫീറ എന്നുള്ളത് എന്താണ്? അത് മുന്തഹൽ ജം ആണ്, 2 ഇല്ലത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നതാണ്. അത് ഗൈറു മുൻസരിഫാണ്. ഗൈറു മുൻസരിഫ് എന്ന് പറഞ്ഞാൽ ഇഅ്റാബ് ചെയ്യപ്പെടാത്തതാണ്. ഇല അസാഫീരി എന്ന സ്ഥാനത്തിന് ഇവിടെ അസാഫിറ എന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? അസാഫിറ എന്നുള്ളത് മുന്തഹൽ ജം ആണ്, 2 ഇല്ലത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നതാണ്. എട്ടാമത്തെ ചോദ്യം, ഷാഹത്ത് ബുസ്താന്. ഞാൻ പൂന്തോട്ടം കണ്ടു. ഇജാലി കലിമത്ത് ബുസ്താൻ മുളാഫൻ ഫി ഹാദിഹിൽ ജുംലത്തി. ഈ സെന്റൻസിൽ ബുസ്താനെ മുളാഫൻ ഇലൈഹി ആക്കുക. അപ്പോൾ നമുക്ക് പറയാം, ഷാഹത്തു ബുസ്താനിൽ മദ്രസത്തി. മദ്രസയുടെ പൂന്തോട്ടം ഞാൻ കണ്ടു എന്ന് പറയാം. അങ്ങനെ ഷാഹത്തു ബുസ്താനിൽ ബൈത്തി, അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഇനി 9ാമത്തെ ചോദ്യം, ഖറഅത്തുൽ ഖിസ്സത കുല്ലഹ വദ്ദഹ് നൗഅൽ ബദലി ഫി ഹാദിഹിൽ ജുംലത്തി. കഥ ഞാൻ വായിച്ചു. കുല്ലഹ, അത് മുഴുവൻ വായിച്ചു. വദ്ദഹ് നൗഅൽ ബദലി ഫി ഹാദിഹിൽ ജുംലത്തി. ഈ ജുംലയിൽ ബദലിൻ്റെ ഇനത്തെ വ്യക്തമാക്കാൻ പറഞ്ഞത്. അപ്പോൾ എന്താണ്? ബദൽ കുല്ലാണ്. ബദൽ കുല്ലു മിനൽ കുല്ലി. കുല്ലിൽ നിന്നുള്ള കുല്ല് ബദലാണ്. അടുത്ത 10ാമത്തെ ചോദ്യം, ബിമ തുർഫഅ അഫ്ആലുൽ ഖംസ. അഫ്ആലുൽ ഖംസയെ റഫ്ഉ ചെയ്യപ്പെടുന്നത്, ലമ്മ് ചെയ്യപ്പെടുന്നത് എന്തുകൊണ്ട്? ബി സുബൂത്തി നൂനി എന്നാണ് ആൻസർ. നൂനിനെ സ്ഥിരമാക്കൽ കൊണ്ടിട്ട്. 11ാമത്തെ ചോദ്യം, മാ ഹുവ ഇസ്മുൽ മഫ്ഊലി ലി ഫിഅൽ ഖാതിബ്. ഖാതിബ് എന്ന ഫിഅലിൻ്റെ ഇസ്മു മഫ്ഊല് ഏതാണ്? അതാണ് മുഖാത്തബ് എന്നാണ് ഖാതിബ് എന്ന പദത്തിൻ്റെ ഇസ്മു മഫ്ഊല്. 12ാമത്തെ ചോദ്യം, താബൽ മക്കാനു ഹവാഅൻ. സ്ഥലം ഹവാഅൽ എന്ത് ചെയ്തു? പരിശുദ്ധമായി. കലിമത്ത് ഹവാ ഹുന ഹാല് തമ്മീസ് നഅത്ത്. ഇവിടെ ഹവ എന്ന പദം ഏതാണ്? ഹാലാണോ തമ്മീസാണോ നഅത്താണോ? അപ്പോൾ ഇവിടെ എന്താണ്? തമ്മീസാണ്. ഇവിടെ ഹവ എന്നുള്ളത് തമ്മീസാണ്. അടുത്ത 13ാമത്തെ ചോദ്യം, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. 3ാമത്തേത്, വദ്കുർ അഖ ആദിൻ. വദ്കുർ അഖ ആദിൻ. ആദിൻ്റെ സഹോദരനെ നീ പറ, അല്ലെങ്കിൽ സഹോദരനോട് നീ ചോദിക്ക്. വദ്കുർ അഖ ആദിൻ. ആദിൻ്റെ സഹോദരനോട് നീ ചോദിക്ക്. ബിമ നുസിബൽ മഫ്ഊലു ബിഹി ഫി ഹാദിൽ ജുംലത്തി. ഈ ജുംലയിൽ മഫ്ഊലു ബിഹിയെ നസ്ബ് ചെയ്യപ്പെട്ടത് എന്തുകൊണ്ട്? അപ്പോൾ എന്തുകൊണ്ടാണ് നസ്ബ് ചെയ്യപ്പെട്ടത്?
അത് അലിഫ് കൊണ്ടാണ്. കാരണം അഹ എന്നുള്ളത് എന്താണ്, അത് അസ്മാഉൽ ഖംസയിൽപ്പെട്ടതാണ്. അടുത്ത ചോദ്യം 14. യാ ഡാഷ് ഖലീല ഖലീലി ഖലീലു. അപ്പോൾ യാ ഖലീലു എന്ന് വരും. ഇനി 15ാമത്തെ ചോദ്യം അല ത്വാലത്തി ഡാഷ് കിതാബിൻ. അവിടെ ത്വാവിലത്തി എന്നായിരിക്കും ഉദ്ദേശിച്ചത്. മേശയുടെ മേൽ ഡാഷ് കിതാബൻ ഡാഷ് കിതാബുകളുണ്ട്. അപ്പോൾ ഇങ്ങനെ വരും. ഏതാണ്? സലാസത്തുമാണ്, അശ്റത്തുമാണ്, അശ്റൂനാണോ? അപ്പോൾ അവിടെ എന്ത് ചെയ്യും? അശ്റൂന വരും. അല ത്വാവിലത്തി മേശയുടെ മുകളിലുണ്ട്, അശ്റൂന 20 കിതാബൻ കിതാബിനാൽ. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെയൊക്കെ ഞാൻ ആൻസർ കീ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് ചാനൽ വരുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. താങ്ക്സ് ഫോർ വാച്ചിങ്.